ദുരന്തമുഖത്തങ്ങനെ വിറങ്ങലിച്ച് വയനാടും കേരളവും നിന്നപ്പോൾ കുറ്റപ്പെടുത്താൻ മാത്രം വാ തുറന്ന അമിത്ഷായുടെ പുതിയ നീക്കമാണിപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു നീക്കമാണത്. ഇങ്ങനെയും ഒരു സംസ്ഥാനത്തിനോട് ചെയ്യാനാകുമോ എന്നതും ഉയരുന്ന ചോദ്യങ്ങളാണ്. അതൊരു ചോദ്യം മാത്രമല്ല, നിസ്സഹായത കൂടിയാണ്. കാരണം ദുരന്തമുഖത്ത് കേരളത്തെ താറടിക്കാൻ അമിത്ഷായുടെ ഗൂഢ നീക്കമാണ് ഇപ്പോൾ വെളിച്ചത്ത് വരുന്നത്. വയനാട് ഉരുൾപൊട്ടലിന് കാരണം സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളും ഇടപെടലുകളുമാണെന്ന് സ്ഥാപിച്ച് ലേഖനങ്ങൾ, റിപ്പോർട്ടുകൾ എഴുതാൻ ശാസ്ത്രജ്ഞരെയും ഗവേഷകരെയും കണ്ടെത്താനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ഇതിനായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴി പരിസ്ഥിതി മന്ത്രാലയം ശ്രമിക്കുന്നതായും ദ ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തതോടെയാണ് കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത്. ഇവിടെ കേരള സർക്കാർ എന്നതിനപ്പുറത്ത് ദുരന്തമുഖത്ത് ഒന്നായി നിൽക്കുന്നതിനിടയിൽ ഈ വിഷയത്തിൽ വിവാദമാണ് സൃഷ്ടിക്കുകയല്ലാതെ മറ്റൊന്നും കേരളത്തിന് നൽകാനില്ല. അതുമാത്രവുമല്ല, സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്ന് സുരേഷ് ഗോപി പോലും പറയുന്നുണ്ട്. അപ്പോഴും കേന്ദ്രമന്ത്രി പറയുന്നു ഇതൊരു ദേശീയ ദുരന്തമാക്കി മാറ്റാനായിട്ടില്ല എന്ന്. ഇനി അത് എപ്പോഴാണ് പറ്റുക? ഇവിടെ കേരള സർക്കാരിന്റെ നയങ്ങളാണ് ദുരന്തത്തിന് കാരണമെന്ന് സ്ഥാപിച്ചെടുക്കുന്ന തരത്തിൽ ലേഖനങ്ങൾ എഴുതാനാണ് തിടുക്കം കൂട്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് PIB ബന്ധപ്പെട്ട 3 പേരുമായി സംസാരിച്ചാണ് ന്യൂസ് റിപ്പോർട്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ടും പുറത്തു കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ ലേഖനങ്ങൾ എഴുതാൻ ശാസ്ത്രജ്ഞന്മാർ, ഗവേഷകർ, മാധ്യമപ്രവർത്തകർ എന്നിവരെ കണ്ടെത്തുകയാണ് PIBയുടെ ലക്ഷ്യം. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള കാരണം ക്വാറികൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പിന്തുടരുന്ന നയങ്ങളുടെ പ്രശ്നമാണെന്ന തരത്തിലുള്ള ലേഖനമാണ് മന്ത്രാലയത്തിന് ആവശ്യം. ആർക്ക്? കേന്ദ്രത്തിന് ആവശ്യം. ലേഖനങ്ങളിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നതിൽ പരിസ്ഥിതി മന്ത്രാലയത്തിന് നിഷ്കർഷയുണ്ട്. വയനാട് ദുരന്തത്തിന് പിന്നാലെ കാരണങ്ങൾ എന്ന പേരിൽ ആവശ്യമായ പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേർഡ് ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതും ന്യൂസ് മിനിറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ ഡോക്യുമെന്ററി റെഫറൻസിനായിട്ട് വ്യത്യസ്ത ലേഖനങ്ങൾ ഉൾപ്പെടുത്താനും കേന്ദ്രം പറയുന്നുണ്ട്. അതിൽ കേരളത്തിലെ പ്രകൃതിക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് 2019 ന്യൂസ് മിനിറ്റ് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും അവർ ഉണ്ട് എന്നാണ് പറയുന്നത്. കൃത്യമായ പരിസ്ഥിതി ആഘാത പഠനം നടത്താത്ത ക്വാറികൾ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രകൃതിക്ഷോഭങ്ങളുടെ കാരണമാണ് ആ ഡോക്യുമെന്റിൽ എടുത്തു പറയുന്നത്. ക്വാറികളുടെ എണ്ണവും ഉരുൾപൊട്ടലുകളുടെ എണ്ണവും താരതമ്യം ചെയ്യുക. അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഉരുളപ്പരുവത്തിലാക്കിയിട്ട് ഇതേ സമയത്ത് കേരളം എങ്ങനെയെങ്കിലും കരകയറാൻ വേണ്ടി എല്ലാവരും, അയൽ സംസ്ഥാനങ്ങളടക്കം എല്ലാവരും, സിനിമാ മേഖല മുതൽ കായിക രംഗത്തുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് കൈകോർക്കുമ്പോഴാണ് അമിത്ഷാ അടക്കുന്ന കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ കേരളത്തെ തകർക്കാൻ കിട്ടിയ ഒരു അവസരമാണിത്, ഇതിനെങ്ങനെയെങ്കിലും മുതലെടുക്കണമെന്ന്. മുതലെടുപ്പിന്റെ രാഷ്ട്രീയത്തിന് ഇതിലും വലിയ തെളിവില്ല എന്ന് ഇത് തന്നെ ധാരാളം.